Hello! Convergence to International Financial Reporting Standards. That is what we are going to learn. Financial reporting. It is the communication of financial information of an enterprise to the external world. It is the responsibility of every enterprises, every company to disclose or present their financial status to the entire world, especially to the stakeholders, which involves management, investors, shareholders, etc. So how these companies or these enterprises are preparing their financial statements, what is the principle behind it, what is the process behind it. The process is known as financial reporting, and for financial reporting, what are the various principles that they are following? We know generally accepted accounting principles. They are a set of accounting standards which are widely accepted for preparing the financial statements. GAAP, which is commonly known as GAAP, generally accepted accounting principles. Accounting standards ആണ്. US GAAP അറിയാം, അങ്ങനെ പല രാജ്യങ്ങൾക്ക് പല GAAP ഉണ്ട്. So generally accepted accounting principles is actually a very wider concept which involves a lot of accounting standards. So GAAP ഒരു കോമൺ സെറ്റ് ഓഫ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആണ്. ജനറലി എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നതാണ് GAAP എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ മെയിൻ എയിം ഓഫ് GAAP? The main aim is to improve the clarity, consistency and comparability of the communication of financial information. നമുക്ക് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, ഒരു കമ്പനിയുടെ, ഒരു എന്റർപ്രൈസിന്റെ, ഒരു രാജ്യത്തിന്റെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അതിലൊരു ക്ലാരിറ്റി വേണം, ഒരു കൺസിസ്റ്റൻസി വേണം, കമ്പയർ ചെയ്യാൻ സാധിക്കണം. അത് സാധിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ആണ് GAAP എന്ന് പറയുന്നത്. അപ്പോൾ ആരാണ് GAAP തയ്യാറാക്കിയിരിക്കുന്നത്, ആരാണ് അത് ഇഷ്യൂ ചെയ്യുന്നത്? ഇഷ്യൂഡ് ബൈ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ബോർഡ്, FASB. അവരാണ് ഈ കോമൺ സെറ്റ് ഓഫ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്, അതിലുള്ള സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു GAAP is a very wider concept ആണ്, which includes accounting standards, Ind AS. നമ്മളുടെ രാജ്യത്ത് ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ് Ind AS. നേരത്തെ നമ്മൾക്ക് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സുമായി കൺവേർജ്ഡ് ആയിരുന്നില്ല. ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കത് പിന്നെ പഠിക്കാം. നമ്മുടെ രാജ്യം ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് Ind AS ആണ്. അതേപോലെ ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഇതെല്ലാം GAAPന്റെ അണ്ടറിൽ വരുന്നതാണ്. സോ GAAP is actually a very wider concept. ഈ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം, നാഷണൽ GAAP ആൻഡ് ഇന്റർനാഷണൽ GAAP. നാഷണൽ GAAP എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ രാജ്യം ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് നമുക്ക് നാഷണൽ GAAP ആണ്. അതേസമയം മറ്റു രാജ്യങ്ങളുടെ GAAP എന്ന് പറയുന്നത് നമുക്കത് ഇന്റർനാഷണൽ GAAP ആണ്. സോ അങ്ങനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്. ജപ്പാന്റേതായിട്ടുള്ള മോഡിഫൈഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ബംഗ്ലാദേശിനുണ്ട്. ബംഗ്ലാദേശ് അത് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സിനെ 100% അവർ അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്, മുഴുവനായും അതിനെ അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ ഓരോ രാജ്യങ്ങളും ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് അവർക്ക് അവരുടേതായ മോഡിഫൈഡ് വേർഷനിലൂടെയാണ് ആ രാജ്യങ്ങളിൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഏത് രാജ്യത്തിന്റെ ആണോ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് അത് നാഷണൽ GAAPും മറ്റ് രാജ്യങ്ങളുടെ അവർക്കത് ഇന്റർനാഷണൽ GAAPും ആയിരിക്കും. Then accounting standards. Accounting standards are written policy documents. They are written policy documents ആണ്, ഒരു സെറ്റ് ഓഫ് ഡോക്യുമെന്റ്സ് ആണ്. പ്രിപ്പയർ ചെയ്യുന്നതും ഇഷ്യൂ ചെയ്യുന്നതും എക്സ്പേർട്ട് അക്കൗണ്ടിംഗ് ബോഡി ആയിരിക്കാം, ഓർ ബൈ ഗവൺമെന്റ് ഓർ അതർ റെഗുലേറ്ററി ബോഡി. അവരെന്തിനാ അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലുള്ള അക്കൗണ്ടിംഗ് ട്രാൻസാക്ഷൻസ് എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യണം, ഓരോ ട്രാൻസാക്ഷൻ നമുക്ക് എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യണം, ഓരോ അസറ്റ്സും ഓരോ ലയബിലിറ്റീസും അതും എങ്ങനെ മെഷർ ചെയ്യണം, എങ്ങനെ അത് ട്രീറ്റ്മെന്റ് നടത്തണം, ദെൻ അതെങ്ങനെ പ്രസന്റേഷൻ ചെയ്യണം, അതിന്റെ ഡിസ്ക്ലോഷർ എങ്ങനെയാണ്, ഇതെല്ലാം എങ്ങനെ ചെയ്യണം എന്നുള്ളതിന്റെ ഒരു വലിയ റിട്ടൺ പോളിസി ഡോക്യുമെന്റ് ആണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. സോ ഇതിൽ വരുന്ന ഒരു 4 പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ റെക്കഗ്നിഷൻ, മെഷർമെന്റ്,
presentation and disclosure ആണ്. Recognition means ഓരോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും ഓരോ ഇവന്റ്സും ഓരോ ട്രാൻസാക്ഷൻസും നമുക്ക് റെക്കഗ്നൈസ് ചെയ്യേണ്ടതുണ്ട്. ദെൻ അതിനെ മെഷർ ചെയ്യണം, ഓരോന്നും ചെയ്യണം. ട്രാൻസാക്ഷൻസും ഇവന്റ്സും എങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടത് എന്ന് നമുക്കറിയണം. കൂടാതെ ഇതിനെ പ്രസന്റ് ചെയ്യണം ഏറ്റവും അണ്ടർസ്റ്റാൻഡബിൾ വേയിൽ റീഡേഴ്സിന്, സ്റ്റേക്ക് ഹോൾഡേഴ്സിന്, സൊസൈറ്റിക്ക്, ഒരു രാജ്യത്തിന്, ഗവൺമെന്റിന് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് പ്രസന്റ് ചെയ്യണം. അതെങ്ങനെ പ്രസന്റ് ചെയ്യണം? Then അത് ഡിസ്ക്ലോസ് ചെയ്യണം. Because all the companies have to take their own business decisions. Even the society, for the investors, for the general public, they have to take decisions to whether to invest in a stock exchange or whether to buy a particular share of a company or not. For taking those decisions, these financial statements should be disclosed to the public at large. സോ ഷെയർ ഹോൾഡേഴ്സ് പോലെ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സിന് എല്ലാം അറിയണം എന്താണ് ഈ കമ്പനി, എങ്ങനെയാണ് ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ്. ദേ മസ്റ്റ് ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. അങ്ങനെ അവർക്ക് മനസ്സിലാവണമെങ്കിൽ അത് ഒരു ഫിക്സഡ്, ഒരു കറക്റ്റായ രീതിക്ക് അത് ഡിസ്ക്ലോസ് ചെയ്യേണ്ടതുണ്ട്. അതെങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യണം എന്നെല്ലാം അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിൽ പറയുന്നുണ്ട്. സോ റെക്കഗ്നിഷൻ ഇസ് ദെയർ, മെഷർമെന്റ് ഓഫ് ദീസ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സ് ഇസ് ദെയർ, പ്രസന്റേഷൻ ഓഫ് ട്രാൻസാക്ഷൻസ് in the financial statement, how we can able to present each and every transaction a financial statement, how we can disclose these to the general public. എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷനോടുകൂടി, ഗൈഡ് ലൈൻസോടുകൂടി പ്രസന്റ് ചെയ്യുന്ന ഒരു റിട്ടൺ ഡോക്യുമെന്റ്, ഒരു റിട്ടൺ പോളിസി ആണ് ഇത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. വൈ ഡു വി നീഡ് ഇറ്റ്? ഓരോ ഇൻഡസ്ട്രിയിലും ഒരുപാട് കമ്പനീസ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് ആ കമ്പനീസിനെ കമ്പയർ ചെയ്യാനെങ്കിലും ആ കമ്പനീസ് ഒരേപോലെ ആയിരിക്കണം എന്ത് തയ്യാറാക്കേണ്ടത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് തയ്യാറാക്കേണ്ടത്. ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളെ അക്കൗണ്ടൻസി പേപ്പറിന് ഒരു ടെസ്റ്റ് പേപ്പർ നടത്തി കഴിഞ്ഞാൽ കമ്പയർ ചെയ്യാൻ പറ്റും. ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നിങ്ങൾ അപ്പിയർ ചെയ്തിട്ടുള്ളതെങ്കിൽ, അറ്റൻഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ, വി ക്യാൻ ഏബിൾ ടു കമ്പയർ ഓൾ ദ സ്റ്റുഡൻസ്. അതർവൈസ് നമുക്ക് എങ്ങനെ പറ്റും? അക്കൗണ്ടൻസി പേപ്പറും മാർക്കറ്റിംഗ് മാനേജ്മെന്റുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അപ്പൊ അവിടെ ഒരേ രീതി, ഒരു യൂണിഫോമിറ്റി ഉണ്ടെങ്കിലാണ് കമ്പാരിസൺ പോസിബിൾ ആവുള്ളൂ. സോ നോൺ കമ്പാരബിലിറ്റി ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ നോൺ കമ്പാരബിലിറ്റി എലിമിനേറ്റ് ചെയ്യാം. സോ ദാറ്റ് വി ക്യാൻ ഇംപ്രൂവ് ദ റിലയബിലിറ്റി ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. That is what we needed the accounting standards. Therefore, all the companies in all the industries in all the countries are following a certain accounting standards. ഒരു യൂണിഫോമിറ്റി ഉണ്ടാവും. Then also it provides a set of standard accounting policies, valuation norms, disclosure requirements. Everything is actually set in the accounting standards. അതാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിലൈ ചെയ്യാൻ പറ്റും. റിലയബിൾ ആണത്. വാട്ട് ആർ ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്? നമ്മൾ നേരത്തെ പറഞ്ഞു, നോൺ കമ്പാരബിലിറ്റിനെ എലിമിനേറ്റ് ചെയ്യുക. കൂടാതെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്താണ്, വാട്ട് ഇസ് ദ കറന്റ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദാറ്റ് കമ്പനി, ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഇൻഡസ്ട്രി, എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ ഇറ്റ് ഇംപ്രൂവ്സ് ദ ട്രാൻസ്പെറൻസി ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് in all the countries. What are the benefits? Bring uniformity in accounting പ്രൊസീജിയറിൽ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രസന്റേഷനിലെല്ലാം യൂണിഫോമിറ്റി വരും. എല്ലാം ഒരേപോലെ ഇരിക്കും. അപ്പൊ നമുക്ക് കമ്പയർ ചെയ്യാനൊക്കെ എളുപ്പമാണ്. കൂടാതെ ഫ്രോഡ്, എനി മാനിപ്പുലേഷൻസ് ഒക്കെ വരാതിരിക്കാൻ ഏറ്റവും നല്ലത് ഒറ്റ ഒരു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നതാണ്. ഇല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് വേറൊരു പോളിസിയാണ് ഒരു കമ്പനി ഫോളോ ചെയ്യുന്നതെങ്കിൽ മാനിപ്പുലേഷൻസ് ഒക്കെ ചാൻസസ് കൂടുതലാണ്. So it definitely avoids the fraud and manipulations, and also thereby it enhances the reliability of the financial statements. This accounting standards also assist the auditors. Auditors in ഓരോ financial statements audit ചെയ്യുമ്പോൾ അവർക്കൊരു റെഫറൻസ് ആണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ഇങ്ങനെയാണോ ആ കമ്പനി ഫോളോ ചെയ്തിരിക്കുന്നത് നമുക്ക് പ്രത്യേകം എടുത്തറിയണമെങ്കിൽ ആ ഓഡിറ്റേഴ്സിന് ഒരു റെഫറൻസ് വേണം. So therefore this accounting standards helps the auditors while auditing all the company's financial statements. It also facilitates comparability. കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. ഇൻഡസ്ട്രിയിലുള്ള ഇൻഡസ്ട്രീസ് തമ്മിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പയർ ചെയ്യാൻ പറ്റും. സെയിം ടൈം there are certain limitations. It brings inflexibility and rigidity. നമുക്ക് കുറച്ചൊക്കെ പറയാം അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് വേണം, പക്ഷെ ഇൻഫ്ലെക്സിബിൾ ആണ്, റിജിഡ് ആണ്. നമുക്കതിൽ ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും. അതിൽ നിന്ന് ഒരു ഓൾട്ടർനേറ്റീവ് ചൂസ് ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ പ്രയാസം വരും.
accounting standards. There are so many alternatives are there, and it will be very difficult to for a common man to choose a better alternative. While if experienced man anengil, definitely they can able to choose a better alternative. At the same time, it is time consuming. Definitely, the small companies have to depend the auditors for doing their or for presenting their financial statements. Time consuming. It involves high cost because we have to pay the auditor's fee and all. Then scope is also restricted. നമുക്ക് ലിമിറ്റേഷൻസിന് വേണ്ടി പറയാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ we have to follow an accounting standards. Who issues accounting standards? ഇന്ത്യയുടെ കാര്യമാണ് പറയുന്നത്. ഓവറോൾ വേൾഡിന്റെ കാര്യമല്ല. ഇന്ത്യയിൽ ആര് ഇഷ്യൂ ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. The Institute of Chartered Accountants of India, ICAI, constituted an accounting standards board in 1977 to harmonize the accounting policies and practices in India by issuing accounting standards. In 1977, ICAI constituted Accounting Standards Board, ASB, constitute ചെയ്തു 1977. ഈ ASB ആണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്യുന്നത് വിത്ത് ദ പെർമിഷൻ ഓഫ് ദ കൗൺസിൽ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ ഇന്ത്യയിലെ എല്ലാവരും, എല്ലാ കമ്പനീസും, എല്ലാ എന്റർപ്രൈസസും ഒരേ രീതിയിലുള്ള അക്കൗണ്ടിംഗ് പോളിസീസും പ്രാക്ടീസസും ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ കോമ്പോസിഷൻ എന്ന് പറയുന്നത്, അതായത് ASBയുടെ കോമ്പോസിഷൻ വിച്ച് ഇൻക്ലൂഡ്സ് റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ഇൻഡസ്ട്രീസ്, എല്ലാ ഇൻഡസ്ട്രീസിന്റെ റെപ്രസെന്റേറ്റീവ്സ് ഉണ്ട്. ലൈക്ക് അസോസിയേറ്റഡ് ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, Confederation of India, Indian Industry, Federation of Indian Chambers of Commerce and Industry, FICCI, then regulators like Reserve Bank of India, then Securities and Exchange Board of India, then Standing Conference of Public Enterprises, SCOPE, then academicians are there, government departments are there. So this is the composition of Accounting Standards Board, and it is the responsibility of the Accounting Standards Board to issue the accounting standards in order to harmonize accounting policies and practices in India. ഈ ASB എന്ന് പറയുന്ന ഒരു അവർ ഇൻഡിപെൻഡന്റ് ആണ്. They are not dependent to any body. They are independent in the formulation of accounting standards. Accounting standard formulate ചെയ്യാൻ അവർ ഇൻഡിപെൻഡന്റ് ആണ്. അതേപോലെ ICAIക്ക് ഒരു കൗൺസിൽ ഉണ്ടെന്ന് പറഞ്ഞു. ഈ ICAIയുടെ കൗൺസിലിന് പോലും ഈ പറയുന്ന അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിൽ ഒരു മോഡിഫിക്കേഷൻ വരുത്താൻ പറ്റില്ല വിത്തൗട്ട് ദ പെർമിഷൻ ഓഫ് ദ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ബോർഡ്. അങ്ങനെയാണ് അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ICAI ആണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പൊ ജസ്റ്റ് ഒന്ന് ICAI നമുക്ക് നോക്കാം. ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. It is a national professional accounting body of India under the jurisdiction of Ministry of Corporate Affairs. It was established on 1st July 1949. 1949 ജൂലൈ 1 എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ടാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. സോ ഒരു ആക്ട് വേണം. ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആക്ട് 1949 ഉണ്ട്. ഇതാണ് നമ്മളുടെ ഇവിടുത്തെ ഈ പറയുന്ന പ്രൊഫഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും ICAIയുടെ ഒരു മെമ്പർ ആവാൻ. ICAIയുടെ മെമ്പർ ആർക്കൊക്കെ ആവാം? ചാർട്ടേഡ് അക്കൗണ്ടൻസി എക്സാമിനേഷൻ പാസ്സായവർക്കാണ് അതിന്റെ മെമ്പർ ആവാൻ പറ്റുന്നത്. ഇൻ ടേംസ് ഓഫ് മെമ്പർഷിപ്പ് ആൻഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസ്, we can see that ICAI is the second largest professional accounting and finance body in the world. Second largest ആണ്. നമുക്ക് FCA ഉണ്ട്, ACA ഉണ്ട് അല്ലെ, അസോസിയേറ്റ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഉണ്ട്, ഫെല്ലോ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഉണ്ട്. ഇവരാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. Actually, this ICAI recommends the accounting standards to be followed by the companies in India to the National Financial Reporting Authority, NFRA. National Financial Reporting Authority-ക്ക് ICAI ആണ് റെക്കമെൻഡ് ചെയ്യുന്നത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആരാ ഫോർമുലേറ്റ് ചെയ്യുന്നത്? അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ബോർഡാണ്. ഓക്കെ, എല്ലാ ഓഡിറ്റേഴ്സും ICAI പറയുന്ന അല്ലെങ്കിൽ ICAI പറഞ്ഞിട്ടുള്ള ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, കൗൺസിൽ അംഗീകരിച്ചിട്ടുള്ള ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടാണ് എല്ലാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും ഓഡിറ്റ് ചെയ്യുന്നത്. This is the motto and emblem of ICAI, Institute of Chartered Accountants of India. Motto we can see in that emblem itself, Ya Esha Supteshu Jagradi. Ya Esha Supteshu Jagradi, a person who is awake in those that sleep. മോട്ടോ എന്ന് പറയുന്നത് സാൻസ്ക്രിറ്റിലാണ്. ഇതാണ് അതിന്റെ എംബ്ലം, ICAIയുടെ എംബ്ലം. Then ASB, Accounting Standards constitute ചെയ്തു എന്ന് പറഞ്ഞു ICAI, which was on 21st April 1977 to harmonize the diverse accounting policies and practices in India.
The main function of ASB is to formulate accounting standards. Accounting standards formulate ചെയ്യാം. ഇങ്ങനെ ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ബോർഡിന്റെ ഒരു വലിയ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ദേ ഹാവ് ടു കൺസിഡർ ഓൾ ദ ആപ്ലിക്കബിൾ ലോസ് ഇൻ അവർ കൺട്രി, ഓൾ ദ കസ്റ്റംസ് ഇൻ അവർ കൺട്രി, ഓൾ ദ സോഷ്യൽ ആൻഡ് ബിസിനസ് എൻവയോൺമെന്റ് ഇൻ അവർ കൺട്രി. They cannot overrule the laws or other customs in our country. So it is the responsibility of the ASB to consider all these while formulating the accounting standards. അതേപോലെ ഇത് മാത്രമല്ല, ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, which is actually issuing by ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് കമ്മിറ്റി. അവർ ഇഷ്യൂ ചെയ്യുന്ന ഓരോ സ്റ്റാൻഡേർഡ്സും റെഫർ ചെയ്തതിനു ശേഷം മാത്രമേ ASBക്ക് ഓരോ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ കമ്പനീസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ കമ്പനിക്ക് മറ്റു രാജ്യങ്ങളിലും ബ്രാഞ്ചസ് ഉണ്ട്. അപ്പൊ ആ രാജ്യത്തെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നതും നമ്മുടെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നതും ഭയങ്കര ഡിഫറൻസ് ഒന്നും വരാൻ പാടില്ല. സോ ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അതുമായിട്ട് ചേർന്നിരിക്കുന്ന ഒരു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് വേണം നമുക്ക് ഫോളോ ചെയ്യാൻ. സോ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് അത് കൂടി കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് വിച്ച് ഇസ് ആക്ച്വലി ഇഷ്യൂയിങ് ബൈ ദ ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് കമ്മിറ്റി. ദെൻ ASB ആണ് പെർസ്വേഡ് ചെയ്യേണ്ടത്, മോട്ടിവേറ്റ് ചെയ്യേണ്ടത് എല്ലാ അക്കൗണ്ടിംഗ് പ്രൊഫഷണൽസിനെയും അതേപോലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നവരെയും എല്ലാവരെയും പെർസ്വേഡ് ചെയ്യണം നമ്മളുടെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യാൻ. അപ്പൊ ഫോളോ ചെയ്യണമെങ്കിൽ ഓരോ ലോ വായിക്കുമ്പോഴും നമുക്ക് പല ഇന്റർപ്രിട്ടേഷൻ തോന്നും, ഓരോരുത്തർ വായിക്കുമ്പോഴും പല ഇന്റർപ്രിട്ടേഷൻസ് ആണ് അല്ലെ. അങ്ങനെ ഇന്റർപ്രിട്ടേഷൻസ് എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ട്, അതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് നോട്ട്സും ആര് ഇഷ്യൂ ചെയ്യണം? അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ബോർഡ് ഇഷ്യൂ ചെയ്യണം. കൂടാതെ ഓരോ സമയങ്ങളിൽ നമ്മുടെ രാജ്യങ്ങളിൽ വരുന്ന മറ്റ് എന്തെങ്കിലും ലോയിൽ വരുന്ന വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ടൈം ടു ടൈം ദേ ഹാവ് ടു റിവ്യൂ ഓൾ ദ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഓൾസോ. ഓക്കെ. Then what are the objectives and functions of ASB? To conceive of and suggest areas in which accounting standards need to be developed. നമുക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് നമുക്കറിയാം അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ്. ഇനി ഏതെങ്കിലും ഏരിയാസിലെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് അവർക്ക് ഫോർമുലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ബ്രോഡ് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതും അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ബോർഡിന്റെ ഒരു ഫംഗ്ഷനും ഒരു ഒബ്ജക്റ്റീവും ആണ്. To formulate accounting standards with a view to assisting the Council of the ICAI in evolving and establishing the accounting standards in India. ICAI ഒരു കൗൺസിൽ ഉണ്ട്, കൗൺസിലാണ് ഇത് അവസാനമായിട്ട് ഇത് റിവ്യൂ ചെയ്യുന്നത്. അപ്പോ അത് കൃത്യമായിട്ട് ചെയ്യാൻ, അത് ഫോർമുലേറ്റ് ചെയ്യാൻ ആ കൗൺസിലിന്റെ ഒരു അസിസ്റ്റൻസോട് കൂടി അത് ഫോർമുലേറ്റ് ചെയ്യാന്നുകൂടി അത് ആരുടെ ഫംഗ്ഷനാണ്? ASBയുടെ ഫംഗ്ഷനാണ്, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ബോർഡിന്റെ. പിന്നെ ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതിൽ വരുന്ന ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതെല്ലാം എക്സാമിൻ ചെയ്യുക എന്നതുകൂടി ASBയുടെ ഫംഗ്ഷൻ ആണ്. Then it review at regular intervals accounting standards from the point of view of acceptance or changed condition and if necessary revise the same. At time to time വേൾഡിൽ വരുന്ന ലോസ്, ലീഗൽ ആയിട്ടുള്ള ഇഷ്യൂസ്, ലീഗൽ ആയിട്ടുള്ള മാറ്റങ്ങൾ, കസ്റ്റംസ്, ഗ്ലോബലൈസ്ഡ് ഇക്കോണമിയിൽ വരുന്ന ചേഞ്ചസ്, ഇതൊക്കെ ഒരുപാട് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതെല്ലാം റെഗുലർ ആയിട്ട് എക്സാമിൻ ചെയ്യാം. കൂടാതെ ഏതെങ്കിലും അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിന് മാറ്റം വരുത്തണമെങ്കിൽ അത് റിവൈസ് ചെയ്യാം. ദെൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിന് ഇന്റർപ്രിട്ടേഷൻസ് പല തർക്കങ്ങളൊക്കെ വരാം, പല സംശയങ്ങൾ വരാം. അപ്പോൾ ആ സംശയങ്ങളൊക്കെ ദൂരീകരിച്ചുകൊണ്ട് ഓരോ ഇന്റർപ്രിട്ടേഷൻസും ഗൈഡൻസും മാറ്റണമെങ്കിൽ അതനുസരിച്ച് മാറ്റി എഴുതുന്നതും അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ബോർഡിന്റെ ഒബ്ജക്റ്റീവും ഫംഗ്ഷനുമാണ്. Then what is the procedure for issuing an accounting standard by the accounting standards board? What is their role? Accounting standards ഇഷ്യൂ ചെയ്യുമ്പോൾ അവരുടെ റോളാണ്. ആദ്യം നേരത്തെ പറഞ്ഞൊരു ഫംഗ്ഷനാണ് that it is the function of the ASB to determine the broad area in which accounting standards need to be formulated. That is the first step they have to taken, that is identification of broad area. ഏത് ഏരിയയിലാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് വേണ്ടതെന്ന് നോക്കണം. അമാൽഗമേഷൻ ആണോ, ഓരോ ഏരിയ കണ്ടുപിടിക്കാം. ആ ബ്രോഡ് ഏരിയ നന്നായിട്ട് സ്റ്റഡി ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ASB ഒരു സ്റ്റഡി ഗ്രൂപ്പിനെ ഫോർമുലേറ്റ് ചെയ്യും. ആൻഡ് ആ സ്റ്റഡി ഗ്രൂപ്പാണ് ഒരു ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ആ ഡ്രാഫ്റ്റില് സ്റ്റാൻഡേർഡ്സിന്റെ ഒബ്ജക്റ്റീവ്സ്, ആ പെർട്ടിക്കുലർ ഒരു സ്റ്റാൻഡേർഡിന്റെ ഒബ്ജക്റ്റീവ് ഓഫ് ദ സ്റ്റാൻഡേർഡ് ഉണ്ടാവും, സ്കോപ്പ് ഓഫ് ദ സ്റ്റാൻഡേർഡ്, ഡെഫിനിഷൻ ഓഫ് ദ ടേംസ് യൂസ്ഡ് ഇൻ സ്റ്റാൻഡേർഡ്. ആ സ്റ്റാൻഡേർഡിൽ ഡിഫൈൻ ചെയ്യണമെങ്കിൽ കുറെ ടേംസ് യൂസ് ചെയ്തിട്ടുണ്ടാവും. എല്ലാ ലോസിലും നിങ്ങൾക്ക് കാണാം കുറെ ടേംസ്.
ആ ടേം എന്താണ് അവിടെ മീൻ ചെയ്യുന്നത് അത് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. ദെൻ നമ്മൾ പറഞ്ഞു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിന്റെയും റെക്കഗ്നീഷൻ ആണ്, മെഷർമെന്റ് ആണ്, ട്രീറ്റ്മെന്റ് ആണ്, പ്രസന്റേഷൻ ആണ്, ഡിസ്ക്ലോഷർ ആണെന്ന് പറഞ്ഞു. സോ ഇറ്റ് ഷുഡ് ബി ദർ ഇൻ ദ ഡ്രാഫ്റ്റ് ദാറ്റ് റെക്കഗ്നീഷൻ ആൻഡ് മെഷർമെന്റ് പ്രിൻസിപ്പിൾസ് wherever applicable, then presentation and disclosure requirements should be there. So these are some of the things that should be in that draft prepared by the study group constituted by the accounting standards board. And the third step is ഈ ASB ഇത് പ്രിലിമിനറി ഡ്രാഫ്റ്റ്, ഈ സ്റ്റഡി ഗ്രൂപ്പ് സബ്മിറ്റ് ചെയ്തിട്ടുള്ള പ്രിലിമിനറി ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ഒന്ന് കൺസിഡർ ചെയ്യും, ഒന്ന് സ്റ്റഡി ചെയ്യും. എന്നിട്ട് ASB ചില റെക്കമെൻഡേഷൻ ചിലപ്പോൾ വെക്കാം, അത് സ്റ്റഡി ഗ്രൂപ്പ് വീണ്ടും സ്റ്റഡി ചെയ്ത് അത് റീഡ്രാഫ്റ്റ് ചെയ്യും, ചെയ്യണമെങ്കിൽ റീഡ്രാഫ്റ്റ് ചെയ്യും. Then ASB will circulate the draft of the accounting standard to the council members of ICAI. ICAIയുടെ കൗൺസിൽ മെമ്പേഴ്സിന് ഇത് സർക്കുലേറ്റ് ചെയ്യും. അതിൽ ഒരുപാട് സ്പെസിഫൈഡ് ബോഡീസ് ഉണ്ട്, അവർക്കൊക്കെ കമന്റ് ചെയ്യാം. സ്പെസിഫൈഡ് ബോഡീസ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പനി അഫയേഴ്സ്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ C&AG, Central Board of Direct Taxes CBDT, then Institute of Company Secretaries of India, Institute of Cost and Work Accountants of India, then Associated Chambers of Commerce and Industry, Confederation of Indian Industry, then Confederation of Indian Chambers of Commerce and Industry, Reserve Bank of India, regulator in the side in the Reserve Bank of India, Securities Exchange Board of India, then Standing Conference of Public Enterprises Scope, Indian Banks Association, any other body considered relevant by the ASB, keeping in view the nature of accounting standard. ഓരോ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിന്റെ നേച്ചർ അനുസരിച്ച് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ബോഡിയുടെ കൂടി നമുക്ക് ഉപദേശം കിട്ടണമെങ്കിൽ അവരുടെ കൂടി ഇതിൽ കൗൺസിൽ മെമ്പർ ആയിരിക്കും. ഇവർക്ക് ഈ ഡ്രാഫ്റ്റ് അയച്ചു കൊടുക്കും ഇത് റിവ്യൂ ചെയ്യാനായിട്ട്. ഓക്കെ, അവർ ഓൾറെഡി നല്ല രീതിയിൽ റിവ്യൂ ചെയ്യും, എന്നിട്ട് അവരുടെ കമന്റ്സ് പറയും. അങ്ങനെ കമന്റ്സ് കിട്ടിയതിന് ശേഷം ഒരു മീറ്റിംഗ് ഒക്കെ വെച്ച് വീണ്ടും അതിന്റെ ഫൈനലൈസേഷന് വേണ്ടി ഡിസ്കഷൻസ് നടത്തും. അതിനുശേഷം നമ്മൾ എക്സ്പോഷർ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യും. എക്സ്പോഷർ ഡ്രാഫ്റ്റ്, ഈ എക്സ്പോഷർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് പബ്ലിക്കിന്, അതായത് പബ്ലിക്കിന് കൂടി ഇഷ്യൂ ചെയ്യും. പബ്ലിക്കിനും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതുകൂടി കേൾക്കേണ്ടതുണ്ട്. സോ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യും. പബ്ലിക്കിൽ നിന്നും കിട്ടിയിട്ടുള്ള എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ അതുകൂടി വെച്ച് മോഡിഫിക്കേഷൻ നടത്തിയതിന് ശേഷമാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിനെ ഇഷ്യൂ ചെയ്യുന്നത്. അത് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി ICAIയുടെ കൗൺസിൽ മെമ്പേഴ്സിന്റെ എല്ലാം പെർമിഷനോട് കൂടിയിട്ടാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്യുന്നത്. കൂടാതുള്ള ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ടൈം ടു ടൈം ആയിട്ട് ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഇഷ്യൂ ചെയ്ത അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇടയ്ക്ക് റിവ്യൂ ചെയ്യണം. എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്തണമെങ്കിൽ വീണ്ടും അത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ബോഡി ASB എന്ന് പറയുന്നത് വീണ്ടും സ്റ്റഡി ഗ്രൂപ്പ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇതേ പ്രൊസീജിയറിലൂടെ തന്നെ അവരത് എന്ത് ചെയ്യും, വീണ്ടും അതിൽ റിവ്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും അമെൻമെന്റ്സ് വരുത്തും എന്നുള്ളതാണ്. So this is the some of the concept that you must have to understand before learning the convergence to international financial reporting standards. So we have discussed about accounting standards, GAAP, generally accepted accounting principles, then what are the different procedures for issuing an accounting standard by the accounting standard board. Thank you.